നമ്മളുടെ ഇടയിൽ അനേകം തർക്കങ്ങളുണ്ട്. ഈ തർക്കങ്ങളൊക്കെ കേൾക്കുമ്പോൾ സാധാരണക്കാർ സംശയത്തിന്റെ തൃശങ്കുവിലാകും. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മുടെ കൊച്ചു അങ്ങാടിയിൽ ഒരു പ്രസംഗം നടന്നു. അതൊരു മുജാഹിദിന്റെ പ്രസംഗമാണ്. അയാൾ ആയത്തും ഹദീസും ഓതിയിട്ട് സവിസ്തരം പ്രസംഗിക്കുന്നു. അങ്ങാടിയിൽ സാധാരണ വന്നുകൂടുന്നവർ അത് കേൾക്കുന്നു. രണ്ടാമത്തെ ദിവസം ഒരു ജമാഅത്തുകാരൻ വന്നു. അദ്ദേഹവും പ്രസംഗിച്ചത് ആയത്തും ഹദീസുമാണ്. പിന്നീട് അഹ്ലുസുന്നയുടെ ഒരു പ്രവർത്തകൻ സംസാരിച്ചു, അതിലും ആയത്തും ഹദീസുമാണ്. ഇവിടെ ആ സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഒരു സംശയം ഉണ്ടാകും. അദ്ദേഹം ചിലരോട് പറയും, അവരോതുന്നതും ആയത്തു തന്നെയാണ്, ഇവരോതുന്നതും ആയത്തും ഹദീസും തന്നെയാണ്, എല്ലാവരും പറയുന്നത് ഖുർആനും സുന്നത്തുമാണ്. ഇത് എങ്ങനെയാണ് എനിക്ക് തിരിച്ചറിയുക? അവിടെയാണ് അഹ്ലുസുന്ന വൽ ജമാഅയുടെ ആദർശം മനസ്സിലാക്കുമ്പോൾ, നാം പ്രമാണം മനസ്സിലാക്കുമ്പോൾ, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി ആ തിരുനബിയുടെ കൂടെ ജീവിച്ച സ്വഹാബത്തിനെ പഠിക്കണം. സ്വഹാബത്ത് എങ്ങനെയാണ് ദീന് പഠിച്ചത് എന്ന് പഠിക്കണം. നമുക്കറിയാം, കേരളക്കരയിലേക്ക് വിശുദ്ധ ദീൻ എത്തിയത് അള്ളാഹുവിന്റെ റസൂൽ നേരിട്ട് വന്നിട്ടല്ല, മറിച്ച് അള്ളാഹുവിന്റെ റസൂൽ അവിടുത്തെ സ്വഹാബത്തിനെ ഒരുമിച്ച് കൂട്ടിയിട്ട് അവർക്കൊരു സാരോപദേശം കൊടുത്തു. ഒരാൾ നിന്റെ കാരണം കൊണ്ട് സന്മാർഗത്തിലെത്തുകയാണെങ്കിൽ നിനക്ക് ഈ ദുന്യാവ് സർവസ്വവും നേടുന്നതിനേക്കാൾ ഉത്തമം നിന്റെ കാരണം കൊണ്ട് സത്യപ്രസ്ഥാനത്തിന്റെ വെളിച്ചം ഉള്ളിലേക്ക് കയറിയ ഒരു മനുഷ്യനാണ് എന്ന് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞപ്പോഴ് പുണ്യപ്രവാചകന്റെ അധരങ്ങളിൽ നിന്ന് ഉതിർന്നു വീണ ആ പ്രചോദനത്തിന്റെ വാക്ക് അവരുടെ മനസ്സിൽ സ്ഥിരപ്രതിഷ്ഠ നേടുകയാണ്. അവർ ലോകത്തിന്റെ നാനാദിക്കുകളിലേക്കും സഞ്ചരിച്ചു. അവർ നാനാദിക്കുകളിലേക്ക് സഞ്ചരിച്ചു. കേരളക്കരയിലേക്ക് സ്വഹാബത്തിനെയും വഹിച്ചുകൊണ്ടുള്ള പായക്കപ്പൽ ആർത്തിരമ്പുന്ന തിലമാരകളെ മുറിച്ചു കടന്നുകൊണ്ട് കേരളത്തിന്റെ വിരിമാറിൽ അണഞ്ഞതുകൊണ്ടാണ് നമുക്ക് വിശുദ്ധ ഇസ്ലാം കിട്ടിയത്. ഈ ചരിത്രം നമ്മൾ പഠിക്കാതെ ദീന് പഠിക്കാൻ പറ്റില്ല. നാം മനസ്സിലാക്കണം, സ്വഹാബത്ത് കേരളക്കരയിൽ വന്ന് വിശുദ്ധ ദീൻ എങ്ങനെയാണ് നടപ്പിലാക്കിയത് എന്ന് ഏതൊരു സാധാരണക്കാരനും മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇസ്ലാമിന്റെ യഥാർത്ഥ രൂപം എന്താണ് എന്ന് വളവില്ലാതെ, തെറ്റില്ലാതെ, വള്ളിപുള്ളിക്ക് വ്യത്യാസമില്ലാതെ മനസ്സിലാക്കാൻ കഴിയും.